കാരത്തൂർ മർക്കസ് നബിദിനാഘോഷവും മഹ്ലത്തുൽ ഖാദിരയിൽ വെച്ച് നടത്തിവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 51ാം വാർഷികവും വിപുലമായി സംഘടിപ്പിച്ചു. കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന നബിദിനാഘോഷ പരിപാടിയിൽ മൗലീദ് സദസ്, അന്നദാനം, ഇഷ്ക് മജ്ലിസ്, മീലാദ് സമ്മേളനം, സ്വലാത്ത് വാർഷികം എന്നിവ സംഘടിപ്പിച്ചു. സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി KT ജലീൽ MLA മുഖ്യാതിഥിയായിരുന്നു. സൈൻ ലാബിദ് ഹുദവി നബിദിന സന്ദേശ പ്രഭാഷണം നടത്തി. പ്രാർത്ഥനാ സദസ്സിന് ഹസ്രത്ത് മുഹമ്മദ് മുഹീദ്ദീൻ ഷാ നേതൃത്വം നൽകി. ഉസ്മാൻ ഫൈസി അരിപ്ര, PTK കുട്ടി, CP അബ്ദുള്ള മുസ്ലിയാർ, കാരത്തൂർ മുദരിസ് ആഷിഖ് ഫൈസി, P മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുസമദ് റഷാദി, ഷിഹാബുദ്ദീൻ ദാരിമി, PP ബാവ ഹാജി, അലി ഹാജി, അബു ഹാജി, മുഹമ്മദ് ബുർഹാനുദ്ദീൻ ഷാ, സബൂർ സഖാഫി, കുഞ്ഞിമോൻ ഹാജി, സൽമാൻ പല്ലാർ, കമറുദ്ദീൻ റഹ്മാനി, ജലീൽ അസ്ഹരി, PM റഫീഖ് അഹമ്മദ്, അബ്ദുള്ള വാഫി തൂത, മജീദ് മുസ്ലിയാർ മണ്ണാർക്കാട് എന്നിവർ സംബന്ധിച്ചു. اللهم تقبل منا ما تلوناه من القرآن العظيم وأوصل ثواب ذلك هدية مقبولة مرضية مهدية منا إلى حضرة حبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى أرواح جميع الأنبياء والمرسلين عليهم الصلاة والسلام أجمعين وإلى جميع الأولياء والصالحين والمشايخ كلهم أجمعين. اللهم أعل درجاتهم عندك يا ذا الجلال والإكرام. اللهم وإلى أرواح جميع من ماتوا من آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقربائنا وجميع المؤمنين والمؤمنات اجعلنا وإياهم بدر التمام. السلام عليك من ربي سمائي. السلام عليك دام بالانقضاء. السلام عليك أحمد يا حبيبي. السلام عليك طه يا طبيبي. صلاتي على النبي وسلامي وهو خير الأنام بدر التمام. السلام عليك طه يا
رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليك يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم من رأى وجهك يسعد يا كريم الوالدين حوضك صافي مبارك بغدنا يوم النشور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا صلوات الله عليكم ما رأينا العيس حنت في سرى إلا إليك والغمام قد أضلت والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم कि मौत हुई है और क़यामत का मंज़र बड़ा पुरख़तर है मगर मुस्तफ़ा का जो दीवाना होगा मगर मुस्तफ़ा का जो दीवाना होगा जो दीवाना होगा वो पुल पे से गुजरे गम सुरूर होके लगा के ये नारा लगाते लगाते मेरी तेरी हसरतों में तेरी चाहतों में बड़े दिन हुए घर सजाते सजाते मेरे आका के मुद्दत हुई है मेरा है ये ईमान ये मेरा यकीन है मेरे मुस्तफ़ा सा न कोई हंसी है न कोई हंसी है कि रुख उनका देखा है जब से कमर ने कि रुख उनका देखा है जब से कमर ने निकलता है मुँह को छुपाते छुपाते मेरे आका के मुद्दत हुई है അങ്ങയുടെ അവദാനങ്ങൾ അങ്ങയെക്കുറിച്ചുള്ള സ്മരണ താങ്കളെക്കുറിച്ചുള്ള സംസാരങ്ങൾ അങ്ങയുടെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ ഔന്നിത്യമാണ് നൽകിയിട്ടുള്ളത് ലോകത്തെവിടെ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നുണ്ടോ വിശിഷ്യ ഷഹാദത്തു കലിമയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുടനെ പറയേണ്ടതാണ്
വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ കാരത്തൂരിൽ അത് പറയപ്പെടുന്ന സമയത്തിൽ നിന്ന് വിശിഷ്യ വാങ്ങു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത് കേൾക്കുന്നത് പോലെയല്ല. 100-200 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ മിനിറ്റുകളുടെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും എപ്പോഴും പറയപ്പെടുന്ന നാമധേയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കേണ്ടതും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്കാണ്. ആരംഭ ഹബീബിനെ നമ്മൾ പല നിലക്ക് പറയാറുണ്ട്, വിശദീകരിക്കാറുണ്ട്, പ്രകീർത്തിക്കാറുണ്ട്, അവിടുത്തെ മഹത്വത്തെ ഉദ്ഘോഷിക്കാറുണ്ട്. അവിടുന്ന് സാമൂഹ്യ പരിഷ്കർത്താവാണ്, അടിമത്ത വിമോചനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്, അവിടുന്ന് സ്ത്രീ വിമോചകനാണ്, ഈ സമൂഹത്തിന്റെ ഉത്ഥാനത്തിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ച മഹാവ്യക്തിത്വമാണ്. ലോകത്ത് കടന്നു വന്ന ദാർശനികന്മാരെല്ലാം ഏറ്റവും കൂടുതൽ മഹത്വമായി ഉൾക്കൊണ്ട ജീവിതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഒരു പ്രത്യേകതയാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയുള്ളൂ. ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം 1500-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം കാണുന്നത്. ലോകവ്യാപകമായി തന്നെ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി ആ ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും വർഷങ്ങളേറെയായി, അര നൂറ്റാണ്ടുകാലമായി ഇവിടെ ഉപ്പാപ്പാന്റെ സദസ്സിൽ ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. പലതവണ ഈ എളിയ സുഹൃത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, പ്രവാചകനിൽ നിന്ന് എന്താണോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ ആ കാര്യം എന്നെയാണ് ആദ്യം രൂപപ്പെടുത്തുന്നത്. എന്റെ ശരീരത്തോടും എന്റെ മനസ്സിനോടും ഞാനത് ആവശ്യപ്പെടുകയാണ്. ഒപ്പം എന്നെ കേൾക്കുന്ന നാം പ്രവാചക പ്രേമം എന്ന് പറഞ്ഞ സദസ്സിൽ ഒത്തുകൂടിയതോട് പൂർത്തിയാകും എന്ന് ആരും പ്രതീക്ഷിക്കട്ടെ. നാം എന്ത് കിട്ടിയോ, പ്രവാചകൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്ത് നമ്മളെ പഠിപ്പിച്ചോ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവണം, കുടുംബ ജീവിതത്തിൽ ഉണ്ടാവണം, സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകണം, എല്ലായിടത്തും ഉണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥ പ്രേമം, പ്രവാചകനുള്ള പ്രേമം പൂവണിയുകയും അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഓരോ സംഭവങ്ങളും നമ്മൾ കേട്ടുപോകുന്നുണ്ട്, കഥ പോലെ കേൾക്കാനുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകന്റെ ഒരു ഒട്ടകം ഉണ്ടായി. ആ ഒട്ടകം ബിലാലിനെ കുറിച്ചും ഖുലഫാഉർ റാഷിദീങ്ങളെ കുറിച്ചും മറ്റു സഹാബത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. ആ ഒട്ടകം ഇനി എന്റെ കൂടെ പ്രവാചകൻ നടക്കാനില്ലല്ലോ എന്നറിഞ്ഞ ആ ഒട്ടകം കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഖസ്വ എന്ന് പറയുന്ന ആ ഒട്ടകം മണലാരണ്യത്തിലൂടെ നടന്ന് പ്രവാചകന്റെ നിയോഗത്തിന് ശേഷം ഒരു തുള്ളി വെള്ളം കുടിക്കാതെ, അന്നം ഒന്നും അത് കഴിക്കാതെ, വയറ്റിലേക്ക് ഒന്നും ഭക്ഷണമായി ഒന്നും കഴിക്കാതെ ആ ഒട്ടകം കരഞ്ഞ് മണലാരണ്യത്തിലൂടെ നടന്നു എന്നാണ്. അങ്ങനെ ആ ഒട്ടകം ഹൃദയം പൊട്ടി മരിക്കുകയാണ്. ആ സ്നേഹത്തിന്റെ കടുപ്പം ഒന്നാലോചിച്ച് നോക്കും. പ്രാണികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഒട്ടകത്തെ ഉൾപ്പെടുത്തുന്നത്. പ്രവാചകന്റെ യാത്രയ്ക്ക് ഉപയോഗിച്ച പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒട്ടകം പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം അതിന്റെ ഒരു അന്ത്യം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പ്രവാചകനോട് അവിടുത്തെ ആ ഒട്ടകത്തിനുണ്ടായ പ്രേമത്തിന്റെ ഒപ്പമെങ്കിലും എത്താൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ദുഃഖം. നിങ്ങൾക്കുണ്ടാകാം. അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.
വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കയിലും റൗദ ഷരീഫിലും ഉണ്ടാവുക. ലോകത്താകമാനം പ്രവാചകൻ സ്മരിക്കപ്പെടുന്നു എന്നുള്ളതിന് ഇത് തന്നെ ഏറ്റവും നല്ല തെളിവാണ്. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും മുഹമ്മദ് നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് നബിയുടെ അവദാനങ്ങൾ പാടിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക സമൂഹത്തിന് പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തൊരുപക്ഷെ ഇത്രമാത്രം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ വേറെ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഇത്രമാത്രം പ്രവാചകൻ സ്മരിക്കപ്പെടാനുള്ള കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ മുഹമ്മദെ നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ഈ ലോകത്തേക്ക് അവസാന പ്രവാചകനായി നിയോഗിച്ചത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടാണ്. അല്ലാതെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കോ പശ്ചിമേഷ്യയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കോ മുസ്ലിങ്ങൾക്കോ മാത്രം അനുഗ്രഹമായി കൊണ്ടല്ലാതെ എന്നല്ല ഖുർആൻ പറഞ്ഞത്. ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടാണ് മുഹമ്മദ് നബിയെ താങ്കളെ നാം ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ആശയങ്ങൾ, മുഹമ്മദ് നബിയുടെ ചിന്താഗതികൾ, മുഹമ്മദ് നബി ഉയർത്തിപ്പിടിച്ച ആദർശം അത് ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, കഷ്ടപ്പെടുന്നവരോട് മുഹമ്മദ് നബി എന്നും അടുത്തു നിൽക്കുകയുണ്ടായി. നമ്മളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള നമ്മളുടെ അയൽവാസിയായ പാവപ്പെട്ടവനെ സ്നേഹിക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. കഷ്ടപ്പെടുന്നവർക്ക് തണലാവലാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പേറുന്നവർക്ക് അത്താണിയാവലാണ് മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. ആരാധനാനുഷ്ഠാനങ്ങൾ അതിന്റെ ആവിഷ്കാരം മാത്രമാണ്. ആ സ്നേഹപ്രകടനത്തിന്റെ ആവിഷ്കാരമാണ് ആരാധനാനുഷ്ഠാനങ്ങൾ. ആരാധനാനുഷ്ഠാനങ്ങൾക്കപ്പുറം മാനവികമായിട്ടുള്ള മേഖലയിലേക്ക്, തലത്തിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇറങ്ങി വരുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ സ്മരിക്കപ്പെടുന്നത്, ഓർമ്മിക്കപ്പെടുന്നത്.